ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ മുഴുവൻ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാത്രമായിട്ടൊരു വിശേഷം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്സും ഹെയർ ടിപ്സും ഒക്കെ ആയിട്ടല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ നേരത്തെ ഡേ ആൻഡ് മൈ ലൈഫ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എപ്പോഴും ഇങ്ങനെ തെന്നി ചെതറി ഈ ടിപ്സിലേക്കൊക്കെ അങ്ങ് പോയി. അങ്ങനെയാണ് വീഡിയോസൊക്കെ. പക്ഷേ എനിക്കൊന്ന് ടിപ്സൊക്കെ ആണെന്ന് തോന്നുന്നു കൂടുതലും എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിലൂടെ കാണുക. സാധാരണ ഒരു നാട്ടിൻപുറത്തെ വിശേഷങ്ങളാണ് കേട്ടോ, അല്ലാതെ വേറെ ഇതൊന്നും അല്ല. നമ്മൾ സാധാരണയായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുക. ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കണ്ടുകൊണ്ടിരിക്കുന്നവരോടും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അത് പറിക്കുന്നതൊക്കെയാണ്. അപ്പം ഞാൻ ഈ നടുന്ന സമയത്തുണ്ടല്ലോ, ഇനി എല്ലാവരും ചീത്ത വിളിയാകും. വേറെ പണിയില്ല, കപ്പ നടുന്ന് പറിച്ച് ദൂരെ കളയണം. അത് ഇച്ചിരി വളർന്നു വരുമ്പോഴും പറയും പറിച്ച് കളയാൻ എന്നാത്തിനാന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ പച്ചക്കറി, ചെടി, കുക്കിങ് ഈ 3 കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് പറമ്പിലൊക്കെ ആണെങ്കിൽ ഇറങ്ങി ഓരോന്നൊക്കെ നടുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഞാനങ്ങനെ എൻ്റെ ഒരു ഇഷ്ടത്തിന് നട്ടുവെച്ചാണ്. പക്ഷേ വലിയ ഇതൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു കാന്താരി തൈ ഉണ്ടെങ്കിൽ നട്ടുവെച്ച് ഒറ്റൊരു കാന്താരി അതെന്ന് പറിച്ചാലുണ്ടല്ലോ, നമുക്കൊരു അഭിമാനവും സന്തോഷമാണ്. നമ്മൾ നട്ടുവെച്ചതാണല്ലോ എന്നൊരിതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വലിയ വിളവെടുപ്പൊന്നും അല്ല, ഒരു സാധാരണ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കാതെ ഞാൻ നട്ടതാണ് കേട്ടോ. വളമൊന്നും ഇടാതെ ചുമ്മാ ഇച്ചിരി കൊന്നച്ചോറ് മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ. ഇച്ചിരി ചാരം പോലും ഇട്ടിട്ടില്ല, കൊന്നച്ചോറ് മാത്രം ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്തു. അല്ലാതെ വലിയ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ചുമ്മാ നട്ട് വെച്ചാണ്. എന്നാലും നമുക്കൊരു സന്തോഷം, അത് പറിച്ച് നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുമ്പം ഞാൻ നട്ടതാണല്ലോ എന്നൊരു അഭിമാനവും സന്തോഷവും തോന്നത്തില്ലേ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളത്. വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇന്ന് രാവിലെ കപ്പ പറിക്കാനായിട്ട് തുടങ്ങുകയാണേ. നമ്മൾ ഈ കപ്പ നട്ടതും എടുത്തതും എല്ലാം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ 2-3 പറിച്ചായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇത് നടാവുന്ന രീതി കമ്പ് വെട്ടിയെടുക്കണേ, ചുമ്മാ വെട്ടിക്കളയല്ലേ. വെട്ടവും വെളിച്ചമായേ അവിടെ ഇട്ട് ഞാൻ എടുത്ത് വെച്ചോളാം. ഉണ്ടോ വല്ലോ ഇതിനകത്ത്? ഇതിനകത്ത് വീഴായിട്ടുണ്ടായില്ല കേട്ടോ. ഇതുകൊണ്ട് പൊട്ടിപ്പോയിട്ടുണ്ടോ? അത് വെച്ചേര്, താഴെ വെച്ചേര്, നിലത്ത് വെച്ചേര്. എന്നാ പിന്നെ നീ ഇതിനിടെ കമ്പ് എടുത്തത്? ഇതങ്ങ് പറിക്കാം, അതിൽ വെള്ളം അങ്ങ് എടുക്കാം. വെള്ളം അങ്ങ് എടുക്കാം. എനിക്കത് ഇച്ചിരിയുടെ മണ്ണൊക്കെ ഇട്ടിരുന്നെങ്കിൽ നല്ലതായിട്ടുണ്ടായിരുന്നേ കേട്ടോ. കോവല് പറിച്ച് കളയല്ല, അത് മണ്ടയ്ക്കോട്ടങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. അത് ചിലപ്പോൾ അങ്ങനെ പിടിച്ചങ്ങ് വലിച്ചെങ്കിൽ പൊങ്ങി വരും പച്ചട്ട. വെട്ടണമെന്നില്ല, കോവല് പോയല്ലേ. ആദ്യം എടുത്ത് വെള്ളമിട്ടിട്ടോളാം. ഇത് ഞാൻ 2 സൈസ് കപ്പയാണ് നട്ടതേ. അതേസമയം മറ്റേ കപ്പയുടെ പറിച്ചപ്പോഴത്തേക്ക് ഇച്ചിരി കൂടുതൽ കിട്ടിയായിരുന്നു. ഇതും അതുമല്ല ഒന്നിച്ച് നട്ടണല്ലോ എന്നിട്ടോ. ഇത് ശരിക്കും മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ടിരുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. ഇത് ഈ ഷുഗർ കപ്പയെന്ന് പറയും. ഇതിൻ്റെ ഇല തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇതും നമ്മുടെ സാധാ നാടൻ കപ്പയാണ്. ഇത് കഴിഞ്ഞ ദിവസം പറിച്ചായിരുന്നു. ഇതിന് നല്ലപോലെ മണ്ണ് വേണം ഈ ഷുഗർ കപ്പയ്ക്ക്. അതിലൊത്തിരി ഉണ്ടാകും, പക്ഷെങ്കിൽ നല്ലപോലെ മണ്ണിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലപോലെ ഉണ്ടാകും. ഇതിനുള്ള വ്യത്യാസം എന്നാണെന്നറിയാം. ഇത് നമ്മുടെ ഈ നാടൻ കപ്പ കഴിച്ചാൽ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. അതേസമയം നമ്മൾ ഈ ഷുഗറുകാരുടെ കപ്പയെന്ന് പറയത്തില്ല, അത് കഴിച്ചാൽ നമുക്ക് ക്ഷീണമില്ല. എത്ര കഴിച്ചാലും
തലയ്ക്കൊരു ഈ മന്ദത പിടിച്ച് നടക്കുകയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ ഇല തമ്മിലുള്ള വ്യത്യാസം കൂടെ ഞാൻ കാണിക്കാവേ. ഇതാണ് നമ്മുടെ സാധാരണ നാടൻ കപ്പ. ഇതിൻ്റെ ഇല കണ്ടോ? അതേസമയം ഇതിൻ്റെ ഇല കണ്ടോ? ഇതിൻ്റെ ഇലയ്ക്ക് വീതിയില്ല, നീളമാണ് ഉള്ളത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ സാധാ കപ്പയേക്കാളും ഇഷ്ടം ഈ കപ്പയാണ്. ഒരു പ്രത്യേക രുചിയാണിത്. ഞാൻ കപ്പയൊക്കെ പൊളിച്ചെടുക്കട്ടെ. നമ്മുടെ ഇഞ്ചിയെല്ലാം കുറേശ്ശെ കുറേശ്ശെ ഓരോരോന്നിന് വേണ്ടി പറിച്ചെടുത്തായിരുന്നേ. നമുക്ക് ഇവിടെ ഒരു ശകലം കൂടെ നിൽപ്പുണ്ട്. ഇച്ചിരി ഇഞ്ചി വേണം. ഈ ഒരു കഷ്ണം മതി. പൈപ്പ് നോക്കിയേ. കപ്പയ്ക്കകത്തിട്ട് ആവശ്യമുള്ള ഉപ്പുകല്ലിട്ട് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടാണ് ഞാൻ കപ്പ വേവിക്കുന്നത്. ഇത് പെട്ടെന്ന് വേകുന്ന കപ്പയാണ്, അതുകൊണ്ട് ഒത്തിരി ഇട്ട് വിസിലടിപ്പിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് വേകുന്നതാണ്. എനിക്കിപ്പോഴും തേങ്ങ പൊട്ടിക്കാൻ പേടിയാട്ടോ. കുറേ ഇട്ട് വെട്ടിയാലേ തേങ്ങ പൊട്ടിക്കത്തുള്ളൂ. തേങ്ങ വെള്ളം വേണം. കപ്പയ്ക്ക് അരയ്ക്കാനാണ് തേങ്ങ പൊട്ടിച്ചത്. നമ്മുടെ 2 ഉണ്ടമുളകും കൂടെ പറിക്കാം. കപ്പയ്ക്ക് അരയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മതി. ഇത് നമ്മുടെ അന്നത്തെ കറിവേപ്പിലയാണ് കേട്ടോ. എനിക്കിന്നിപ്പോൾ 2-3 ദിവസമായെന്ന് തോന്നുന്നു. 2-3 അല്ല, അതിൽ കൂടുതലായെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇതിങ്ങനെ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരൊറ്റ ഇല പൊഴിയുക പോലും ചെയ്തിട്ടില്ല കേട്ടോ. കുപ്പിയിലെ വെള്ളം പക്ഷേ പടാന്ന് തീരുന്നുണ്ട്. കുപ്പി നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പം നമ്മുടെ കപ്പയ്ക്കരയ്ക്കാൻ വേണ്ടി ഇച്ചിരി ഇല എടുത്തതാണ്. ഇത് കണ്ടോ, അന്ന് ഞാൻ ഒഴിച്ച് വെച്ച വെള്ളമാണ്. ഇതിനകത്ത് നിറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും വെള്ളമായി. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം അടുക്കളയിലേക്ക് വേണ്ട ഇല ഇതിൽ നിന്ന് അങ്ങ് എടുക്കുന്നതേ ഉള്ളേ. വേറെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കപ്പയ്ക്ക് അരയ്ക്കാൻ എടുക്കുന്നത് വെളുത്തുള്ളി, ജീരകം, പിന്നെ നമ്മളുടെ മുളക്, കറിവേപ്പില, മഞ്ഞൾ, ഇതൊക്കെയാണ്. അപ്പം ജീരകപ്പൊടിയാണ് ഞാൻ മിക്സിയിലിട്ടൊക്കെ അരയ്ക്കുമ്പോൾ എടുക്കുന്നത്. ഇങ്ങനെ കല്ലിലൊക്കെ അരയ്ക്കുമ്പോൾ ജീരകമായിട്ട് അങ്ങ് എടുക്കും.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പയാണെന്ന് മനസ്സിലായല്ലോ. അപ്പം കപ്പയും ബീഫുമാണ്. ബീഫ് ഞാൻ കുറച്ച് അരിഞ്ഞെടുത്തു, അത് കഴുകിയെടുത്ത് വെച്ചു. ഇനി അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കുവാണ്. അപ്പം നമ്മുടെ ഇടിയോറുകളിനകത്തോട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കട്ടെ. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നല്ലപോലെ ചതച്ചെടുത്തിട്ട് സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ചേർക്കണം. 2 പച്ചമുളക്. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ചു. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി സവോള എല്ലാം കൂടെ വഴറ്റാനായിട്ട് ഞാൻ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ സവോള കൊത്തിയാണ് അരിയുന്നത്. അങ്ങനെ ഒന്ന് അരിഞ്ഞ് നിങ്ങൾ കറി വെച്ച് വെക്കണം കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. നമ്മളല്ലാതെ സവോള ഇങ്ങനെ നീളത്തിൽ അരിയുമ്പോഴത്തേക്ക് അത് ആ നീളത്തിൽ സവോള ഇങ്ങനെ എടുക്കും. പക്ഷേ ഇതിങ്ങനെ സവോള ഇതിനകത്ത് ചേർത്താന്ന് പോലും പറയത്തില്ല. അത്രയ്ക്ക് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. ഞാൻ ചിക്കൻ കറി വെച്ചാലും ബീഫ് കറി വെച്ചാലും എല്ലാം ഉണ്ട്. പിന്നെ ബീഫ് ഫ്രൈ ഒക്കെ വെക്കുമ്പോൾ സവോള സാധാരണ പോലെ നീളത്തിലാണ് അരിയുന്നത്. അല്ലാതെ കറി വെക്കുമ്പോൾ മാത്രം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയിടും. ഉപ്പൊക്കെ ഇട്ട് വഴറ്റുന്ന എല്ലാവർക്കും ഉപ്പ് അറിയാം കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നു ആർക്കും അറിയാൻ മേലാതിരുന്നത്. ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയാൽ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടും എന്നുള്ളതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സവോള ഇതിനകത്ത് ഇടുന്നങ്ങ് വഴറ്റി എടുക്കാതെ. സവോള നല്ലപോലെ വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ മീറ്റ് മസാലപ്പൊടിയാണ് എടുക്കുന്നത്. ഞാൻ ഇതങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്നതല്ല, അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി തന്നെയാണ്. മീറ്റ് മസാലപ്പൊടി പിന്നെ മല്ലിപ്പൊടി കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. മല്ലിപ്പൊടി ഇച്ചിരി പൊടിപ്പൊടി ഇടുവേ. പക്ഷെ മല്ലിപ്പൊടി ഇങ്ങനെ ഇടുമ്പോൾ എല്ലാവരും ഓർക്കും ഭയങ്കര മല്ലിപ്പൊടിയുടെ ചുവ വരുന്നു. ഒരിക്കലും വരത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. മല്ലിപ്പൊടിയുടെ ആ ചുവയൊന്നും ഇതായിട്ട് വരത്തില്ല. അതുപോലെ തന്നെ നല്ലപോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം മസാല. നല്ലപോലെ വഴറ്റിയെടുത്ത് മുളക് പൊടി ചേർക്കത്തില്ല ഞാൻ. കാര്യം പച്ചമുളക് ഇഞ്ചി ഒക്കെ ചേർക്കുന്നുണ്ട്. അത് തന്നെ എരിവുണ്ട്. പിന്നെ ഭയങ്കര എരിവായി പോകും. പിന്നെ എരിവ് ഒരുപാട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. എല്ലാവർക്കൊക്കെ അറിയാം ബീഫൊക്കെ വെക്കാനായിട്ട്. എന്നാലും ഓരോരുത്തരും വെക്കുന്ന ഓരോ രീതിയല്ലേ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഇതൊരു ഇച്ചിരി ഒന്നൊരു ഡാർക്ക് കളറായതിന് ശേഷമേ ഞാൻ എന്നിട്ട് ബീഫ് ചേർക്കത്തുള്ളേ. മസാല നല്ലപോലെ വഴറ്റി ഇനി അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ള വെള്ളവും ചേർക്കും. ഒത്തിരി വെള്ളം ചേർക്കരുത്, കാര്യം ബീഫിനകത്ത് വെള്ളം ഉള്ളതാണ്. പിന്നെ ഗ്രേവി വേണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് വെള്ളം പോലെ ഇരിക്കും കറി. ബീഫ് ഇപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളം മൊത്തം അങ്ങ് കിടക്കും. ഇത്രയും വെള്ളമേ ചേർത്തിട്ടുള്ള. ഇതിപ്പം വെന്ത് കഴിയുമ്പോൾ നോക്കണം, ഇതിനകത്ത് നല്ലപോലെ ഗ്രേവി കാണും. നമ്മുടെ ബീഫ് കറിയൊക്കെ വെന്ത് കേട്ടോ. അതിലേക്ക് ശകലം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി, ഒരു
ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, മൂടി വെക്കാൻ കഴിയില്ല. കറിക്ക് നല്ല ടേസ്റ്റുമാണ്, മണമാണ്. നല്ലപോലെ വെന്ത് കേട്ടോ. ഇനി അരപ്പയിലേക്കിട്ട് കുഴച്ചെടുത്താൽ മാത്രം മതി. നല്ലപോലെ കുഴച്ചേച്ച് കാണാവേ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ വെന്തു, നല്ലപോലെ വെന്ത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും കപ്പ നല്ലപോലെ വേകണം, അല്ലാതെ കിഴക്കം മുഴക്കം കിടക്കുന്ന ആർക്കും ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ നമ്മുടെ അടിപൊളി ബീഫ് കറിയുണ്ട്. എനിക്ക് കപ്പയുടെ കൂടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫാണ്. ബീഫും എല്ലുകറി ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. ഞങ്ങൾ രാവിലത്തെ കഴിക്കാനൊക്കെ തുടങ്ങട്ടെ.